ഹായ് എവരിവൺ. NIRF റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിൽ തന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന IIT ഡൽഹിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ് നമ്മളെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ളത്. മുഹമ്മദ് സിയാൻ, അതുപോലെ തന്നെ ഷാമിൽ. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് IIT ഡൽഹിയുടെ കുറച്ച് വിശേഷങ്ങളാണ്. അവിടുത്തെ അക്കാഡമിക്സ്, അവിടുത്തെ സ്പോർട്സ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഫെസിലിറ്റീസാണ് അവിടെ ഉള്ളത്, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞു പോയ അലുമിനൈസ്, ഇവരെ കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്താം. സോ ഫസ്റ്റ് സിയാൻ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ മുഹമ്മദ് സിയാനാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. ഓക്കെ. ദെൻ ഷാമിൽ. ഞാൻ ഷാമിൽ മുഹമ്മദ്. ഞാൻ കോഴിക്കോട് തന്നെയാണ്. ഇപ്പം IIT ഡൽഹി സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിങ്ങിലാണ് പഠിക്കുന്നത്. ഓക്കെ. സോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിയാനും ഷാമിലാണ്. അപ്പോൾ രണ്ടുപേരും കോഴിക്കോട്ടുകാരാണ്. റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അക്കാഡമിക്സ് എടുക്കാം. റൈറ്റ്. അപ്പോൾ IIT ഡൽഹി, IIT എന്ന് പറയുമ്പോൾ നമുക്കറിയാം IIT മദ്രാസ് കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് NIRF റാങ്കിംഗ് പ്രകാരം. അപ്പോൾ IIT ഡൽഹിയിലെ അക്കാഡമിക്സ് എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. സോ എന്താണ് ഷാമിലിൻ്റെ ഒപ്പീനിയൻ? എങ്ങനെ ഉണ്ടായിരുന്നു അക്കാഡമിക്സ്? എങ്ങനെ IITയിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ എന്തായിരുന്നു ഷാമിലിൻ്റെ എക്സ്പെക്ടേഷൻ? അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അക്കാഡമിക്സിനെ കുറിച്ച് ഇപ്പോൾ സെക്കൻഡ് ഇയർ അല്ലേ പറഞ്ഞത്? ഞാൻ തേർഡ് സെം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് 3 സെമ്മാണ് കഴിഞ്ഞത്. ഫസ്റ്റ് 2 സെം തന്നെ ഫസ്റ്റ് ഇയറിലുള്ള അത് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ കോഴ്സസ് ആയിരുന്നു. അതായത് കോർ എഞ്ചിനീയറിംഗ് കോഴ്സസ്, ബേസിക് സയൻസ്, അതൊക്കെ ആയിരുന്നു ഇതുവരെ നമ്മൾ നടന്ന കോഴ്സസ്. ഇപ്പം ഒരു സെമ്മ ഞാനിപ്പോൾ ആക്ച്വലി എൻ്റെ ബ്രാഞ്ചിലേക്ക് കയറിയുള്ളൂ. ഇപ്പം ഫസ്റ്റ് ഇയർ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും സെയിം സാധനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻ്റെ ഒരു അപ്പോഴത്തെ ഒരു മീഡിയം ഡിഫിക്കൽട്ടി ആയിരുന്നു. അതായത് കംപ്ലീറ്റ് അക്കാഡമിക് അങ്ങനെയല്ല, അതായത് ഭയങ്കര പാക്ഡ് അല്ല, എന്നാലും ഒരു മീഡിയം ഡിഫിക്കൽട്ടി ആയിരുന്നു എനിക്ക് ഫേസ് ചെയ്തത്. പിന്നെ ഇപ്പം കോറിലേക്ക് ജസ്റ്റ് കയറിയിട്ടുള്ളൂ. ഇപ്പം എൻ്റെ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ് കൂടുതലും. ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് പോലത്തെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പം അതിലിപ്പം കൂടുതലും കമ്പ്യൂട്ടിംഗ് കോഴ്സസ് വരും, പിന്നെ കുറച്ച് മാത്സ് കോഴ്സും അങ്ങനെയാണ് ഇതുവരെ എനിക്ക് വന്നത്. ഓക്കെ. ഇപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഒരു ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ലാബ് ഫെസിലിറ്റീസ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഒരു അഭിപ്രായം? അപ്പം ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പം നമുക്ക് അത്രയും ഒരു ഹൈലി സ്കിൽഡ് ഫാക്കൽറ്റിയിലാണ് അവിടെ ഉള്ളത്. പിന്നെ ലാബ്സ് ആണെങ്കിലും നല്ല ലാബ്സ് ആണ് എല്ലാം. ഇപ്പം നമുക്കിപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ലാബ്സ് അത്ര ഇല്ല. ഇപ്പം മാത്സ് ആയതുകൊണ്ട് ഇപ്പം അത്ര ലാബ്സ് ഇല്ല. പക്ഷേ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കോമൺ കോഴ്സ്, ഇലക്ട്രിക്കൽ കോഴ്സ്, ഒരു ഓപ്റ്റിക്സ് കോഴ്സ്, അങ്ങനെ അതിനൊക്കെ ലാബ് ഉണ്ടായിരുന്നു. അപ്പം ലാബൊക്കെ നല്ല ലാബ്സ് ആണ്. പിന്നെ അവിടെ പറഞ്ഞ ലൈബ്രറിയും ഭയങ്കര ഹൈ ഫെസിലിറ്റി ലൈബ്രറിയാണ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ. സോ സിയാൻ, എന്താണ് സിയാൻ പറയാനുള്ളത്? ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആയതുകൊണ്ട് ഇപ്പോൾ ഷാമിൽ പറഞ്ഞാൽ ഫസ്റ്റ് 2 സെം എല്ലാവർക്കും കോമൺ ആണ്. പിന്നെയുള്ള തേർഡ് സെം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ലാബ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കൂടുതലും ഫിസിക്സ് കോഴ്സസ് ആയിരുന്നു. അപ്പോൾ IITന്റെ പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു 70% മാത്രമേ നിങ്ങളെ ബ്രാഞ്ചിൽ നിന്ന് പഠിക്കുള്ളൂ. ഓവറോൾ പിന്നെ ബാക്കിയുള്ള കോഴ്സസ് ഒക്കെ ബാക്കിയുള്ള ബ്രാഞ്ച് എന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ നിന്ന് കോഴ്സ് പഠിക്കാണ്ട്, അതേമാതിരി കെമിക്കൽ ബ്രാഞ്ചിൽ നിന്ന് പഠിക്കാണ്ട്, അതേമാതിരി എനർജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പഠിക്കാണ്ട്, സിവിലിൽ നിന്ന് ഒരു കോഴ്സ് പഠിക്കാണ്ട്, അങ്ങനെ ഭയങ്കര മൾട്ടി ഡിസിപ്ലിനറി രീതിയിലാണ് എലക്ടീവ്സ് ആയിട്ടുള്ളതാണ് നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ എനിക്ക് വേണമെങ്കിൽ മാനേജ്മെന്റിൽ പോയിട്ട് ഒരു കോഴ്സ് എടുക്കാം, അതേമാതിരി നാവൽ കൺസ്ട്രക്ഷനിൽ പോയിട്ട് കോഴ്സ് എടുക്കാം. അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ഏത് ഇതിനും നമുക്ക് കോഴ്സ് എടുക്കാം. അത് IITന്റെ ഒരു മെയിൻ പ്രത്യേകതയാണ്. വേറെ IIT NITസിൽ മാത്രമേ അത് കിട്ടുള്ളൂ, ബാക്കിയുള്ള ഒരു നോർമൽ കോളേജസിൽ അത് കിട്ടുന്നില്ല. കമ്പാരിറ്റീവ്ലി JEEന്റെ മാതിരി അത്ര ഹെക്ടിക് ഷെഡ്യൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ചുകൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് അവരെ അവിടുത്തെ രീതി. ഓക്കെ. സോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷൻ അതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, സിയാൻ പറഞ്ഞ പോലെ തന്നെ IIT ആയാലും NIT ആയാലും ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഒരുപാട് ടൈം നമുക്ക് അക്കാഡമിക്സിനും അതിന് പുറത്തുള്ള കാര്യങ്ങളും ചെയ്യാനൊക്കെ നമുക്ക് ഒരുപാട് ടൈം അവൈലബിൾ ആണ് അല്ലേ. അതിനുള്ള ടൈം മാത്രമല്ല ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. സോ IIT ഡൽഹിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് ഇങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്? അതായത് അക്കാഡമിക്സിന് പുറത്ത് നമുക്ക് പല ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. റൈറ്റ്. അതുപോലെ തന്നെ സ്പോർട്സിൽ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ IIT മദ്രാസിൽ അറിയാലോ, അവിടുത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആണല്ലോ. അപ്പോൾ അതുപോലെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് അവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്? അപ്പോൾ സിയാനും തുടങ്ങാം. അപ്പോൾ ഞാൻ സ്പോർട്സ് തന്നെ തുടങ്ങാം. സ്പോർട്സിൽ നമ്മളൊരു ചെറിയ ക്യാമ്പസാണ്, ആകെ 300 ഏക്കറുള്ളൂ. അതിൽ നമുക്ക് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം നമ്മുടെ സ്കൂളിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയിട്ടാണ് ക്രിക്കറ്റ് കളിച്ചത്. അതേമാതിരി അത് രണ്ടിനും വെറൈറ്റി ഉണ്ട്. അതേമാതിരി ഹോക്കിക്ക് ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ. അതിന് ചുറ്റുമായിട്ട് അത്ലറ്റിക്സ് ട്രാക്ക് ഉണ്ട് വിത്ത് ഗാലറി. പിന്നെ സ്ക്വാഷിന് അതിനായിട്ടുള്ള സ്ഥലമുണ്ട്, ബാഡ്മിന്റൺ വേറുണ്ട്, ലോൺ ടെന്നീസ്, പിന്നെ നോർമൽ ടെന്നീസിന് വേറുണ്ട്. അതേമാതിരി വോളിബോള്, ബാസ്കറ്റ് ബോള്,
നിറഞ്ഞെടുക്കാണ്. ഇനിയും പറയാണ്ട്. ഈവൻ ഷോർട്ട് പുട്ട് അതിനായിട്ട് വേറെ ഗ്രൗണ്ട് ഉണ്ട്. ഏത് സ്പോർട്സ് എടുത്ത് അതിനൊക്കെ ഗ്രൗണ്ട് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസ് അവിടെ റെഡിയാണ്. അപ്പൊ പഠിക്കാനാണോ കളിക്കാനാണോ ശരിക്കും IIT പോകുന്നത് അതാണ്. എല്ലാത്തിനും ഉണ്ട്. അതുപോലെ ക്ലബുകളെ കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിലോ, ക്ലബ്ബ് കൾച്ചറൽ ക്ലബ്ബും ടെക്നിക്കൽ ക്ലബ്സും ഉണ്ട്. കൾച്ചറൽ ക്ലബ്ബ് ഏത് വെറൈറ്റി എടുക്കാമല്ലോ. ഇപ്പം ഡാൻസ്, മ്യൂസിക്, അതേമാതിരി ആർട്സ്, ഫൈൻ ആർട്സ്, ഡ്രാമ, അങ്ങനെ നിറഞ്ഞെടുക്കാണ്. സ്റ്റുഡൻസിന്റെ ഒരു ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അവർക്ക് ക്ലബ്ബിൽ നമുക്ക് താല്പര്യം എക്സ്പ്ലോർ ചെയ്യാം. ഫസ്റ്റ് ഇയർ അതാണ് നമ്മൾ കൂടുതലും ചെയ്യാം. നമ്മൾ എല്ലാ ക്ലബ്ബിലും പോയി ജോയിൻ ചെയ്യും. പിന്നെ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മളൊന്ന് ഉറപ്പിക്കും ഏത് ക്ലബ്ബാണ്, ഏത് ക്ലബ്ബ് ഒഴിവാക്കണം, ഏത് ക്ലബ്ബ് ശരിയാണ്, കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ടെക്നിക്കൽ, പിന്നെ കൾച്ചറൽ ടെക്നിക്കൽ അല്ലാത്ത കുറച്ച് ക്ലബ്സ് ഉണ്ടല്ലേ, എക്കണോമിക് ക്ലബ്ബ്, അങ്ങനെ കുറെ ക്ലബ്ബ് ഉണ്ട്. പറഞ്ഞാൽ തന്നെ ഓർമ്മ തന്നെ വരുന്നത്. ഏതൊരു മേഖല എടുത്താലും അവിടെ ഒരു ക്ലബ്ബ് ഉണ്ട്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മൊത്തമായിട്ട് ഇങ്ങനത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഫുട്ബോൾ. അതുപോലെ തന്നെ ഓരോ ഹോസ്റ്റലിലും ക്രിക്കറ്റ് നെറ്റ്സ്, ബാഡ്മിന്റൺ കോർട്ട്, അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്ലബിന്റെ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏതൊരു എടുത്താലും ഡാൻസ്, ഫോട്ടോഗ്രാഫി കയറിയ ക്ലബ് ഉണ്ട്. അങ്ങനത്തെ ഏതൊരു മേഖലയിലും ക്ലബ് ഉണ്ട്. പിന്നെ ആക്സിലേറ്റർ ഉണ്ട്, അതായത് കാറിന്റെ അതിന്റെ ഒക്കെ. പിന്നെ എക്കണോമിക്സ്, സ്റ്റാർട്ടപ്പിന് തന്നെ ഓണ്ടർപ്രണർഷിപ്പിന്റെ ക്ലബ് ഉണ്ട്. അങ്ങനെ പല എല്ലാ വെറൈറ്റീസിന്റെ ക്ലബ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ എന്താണ് ആക്സിലറേറ്റർ എന്നല്ല പറഞ്ഞത്, ക്ലബ്ബ് കാറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അത് പറഞ്ഞപ്പോ ഞാനിവിടെ കോഴിക്കോട് NIT നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ ടീം അൺവേർഡ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് കാറ്, അതിന്റെ ഡിസൈനും അതുപോലെ തന്നെ അതിൽ പല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവില്ല. അത് അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻസിൽ അതുപോലെ തന്നെ പുറത്തു പോയിട്ട് ഈവൻ നമ്മളെ അതിലുള്ള ക്ലബിലുള്ള കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയിട്ട് അവിടെയുള്ള ഇങ്ങനെയുള്ള കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. അതായത് ഒരു കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് കാർ ഡിസൈൻ ചെയ്ത് ആ കാറായിട്ട് പെർഫോം ചെയ്യണം. ഈ ഫോർമുല 1 റേസിംഗിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പൊ അങ്ങനത്തെ കാറുകളുടെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ വളരെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയൊക്കെ എത്രത്തോളം ഉണ്ട് അവിടെ? അപ്പം ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ബേസിക്കലി നമുക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട്. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പം 12 മണി വരെ ക്ലാസ് ഉള്ളൂ. ഇപ്പോൾ രാവിലെ 8 മണി വരെ 12 വരെ ക്ലാസ് ഉള്ളൂ. അപ്പം ബാക്കിയുള്ള സമയം നമുക്ക് വൈസ്ലി യൂട്ടിലൈസ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇതിന്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇയർ നമുക്ക് എല്ലാം നോക്കിയിട്ട് പിന്നെ സെക്കൻഡ് ഇയറിൽ ഏതെങ്കിലും ഒരു ഇതിൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് ഇതുപോലെയുള്ള ക്ലബ്ബ്, പിന്നെ എയറോഡൈനാമിക്സ് ആയിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അങ്ങനത്തെ ക്ലബ്ബുകൾ ഉണ്ടാവും. എയറോനോട്ടിക്കൽ സയൻസ് ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ മെമ്പറാണ്. അത് ശരിയാണ്. മോഡലിംഗ് ക്ലബ്ബ് നമ്മൾ പല കോമ്പറ്റീഷനും പോകും. ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ അത് പോകും. അപ്പം ബോയിങ്ങിന്റെ ഒരു കോമ്പറ്റീഷൻ വരാനേ ഇരിക്കണ്ടേ. അപ്പൊ മദ്രാസ് അപ്പൊ നമ്മൾ അതിന് തയ്യാറെടുക്കുകയാണ്. ഓക്കെ. ജസ്റ്റ് ഒരു മോഡൽ പ്ലെയിൻ ഉണ്ടാക്കുക, റിമോട്ട് കൺട്രോൾ പ്ലെയിൻ, അതുമാതിരി പിന്നെ ഡ്രോൺസ്. ഇപ്പോൾ ആക്സിലേറ്റർ ആണ് നമ്മളെ ക്ലബ്ബ് ഫോർമുല റേസിംഗ്. അവര് ഇന്റർനാഷണൽ പോകുന്നതാണ്. ഒരു വട്ടം ഐ തിങ്ക് ജർമ്മനി, ഇറ്റലിയോ ജർമ്മനിയിൽ പോയിട്ട് അവര് ബെസ്റ്റ് ഏതൊരു കാറ്റഗറിയിൽ അവർ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യാണ് അവരവിടെ പോയിട്ട്. അങ്ങനെ കുറെ ചാൻസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ ക്ലബ്ബ് പോയി നോക്കുകയാണെങ്കിൽ. ഇപ്പം ഓണ്ടർപ്രണർഷിപ്പ് ക്ലബ്ബത്തെ സെല്ലത്തെ എക്സിക്യൂട്ടീവ് കൂടിയാണ്. അപ്പം അതന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നെറ്റ്വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഈവൻ IIT ഡൽഹി എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് കാരണത്താൽ ഫേമസ് ആയ ഒരു കോളേജാണ്. വേൾഡിലെ യൂണിക്കോൺസ് ഒരു സ്റ്റാർട്ടപ്പിന് 1 ബില്യൺ വാല്യൂഷൻ ആയ യൂണിക്കോൺ കയറി. അപ്പം അതിൽ 30 ഇന്ത്യയിലാകെ 110 സംതിങ് യൂണിക്കോൺസ് ഉണ്ട്. അതിൽ 30 IIT ഡൽഹിയിൽ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. വെരി ഗുഡ്. ഇൻക്ലൂഡിങ് സൊമാറ്റോ, ഫ്ലിപ്കാർട്ട്, ബ്ലിങ്കിറ്റ്, അതൊക്കെ. ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു എനിക്ക് ഈ ഡിസ്കഷനിൽ വന്നിട്ടുള്ളതില്ലേ. ഇപ്പൊ ഇതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പോയിന്റ് ആണത്. ഇത്രയും നല്ലൊരു സ്റ്റാർട്ടപ്പുകളുടെ ഈ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ എല്ലായിടത്തും നോക്കുമ്പോൾ അവിടുന്ന് ബഡ് ചെയ്ത് വരുന്ന കമ്പനീസ് ആണല്ലോ ഇതൊക്കെ അല്ലെ. അവര് ചിലപ്പം പഠിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അതിന്റെ ബാക്കിൽ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ ബഡിങ് സ്റ്റേജിൽ പിന്നെ ഫണ്ടിങ് ഒക്കെ കണ്ടെത്തി അങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ കിട്ടുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചുകൊണ്ട് കിട്ടുന്ന എക്സ്പോഷർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നോർമലിയുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ പഠിക്കുന്നതും IITs NITs ഇങ്ങനെയുള്ള ഒരു ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയൊക്കെ പഠിക്കുമ്പോൾ അവിടെ കിട്ടുന്ന അക്കാഡമിക്സും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പോഷർ അല്ലെ, പല ടൈപ്പ് ആളുകളായിട്ട് സംസാരിക്കാനും ഇങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു അസെറ്റാണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതാണ് ഓവറോൾ നമ്മൾ ഡിസ്കഷനിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ JEE എഴുതിയിട്ടൊക്കെയാണ് അഡ്വാൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ നമുക്ക് നമ്മുടെ വേണ്ടി കാത്തിരിക്കുന്നത്? എന്താണ് ഷാമില പറയാം? പ്ലേസ്മെന്റ് നമുക്ക് പലതരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് കോറിൽ തന്നെ പോവാം, അല്ലെങ്കിൽ പിന്നെ കൺസൾട്ടൻസി പോവാം, പിന്നെ ടെക്കിൽ പോവാം, പിന്നെ ക്വാണ്ട്. ഇത് 4 ഇതായിട്ട്
ബേസിക്കലി പറയുന്നത്. ഇപ്പം ക്വാണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ പേയിങ് ഇതാണ്. ഇപ്പം നമുക്ക് ലാസ്റ്റ് പോയതിൽ കോടികളുടെ പാക്കേജ് ആണ് ഇപ്പൊ ലാസ്റ്റ് ഹയസ്റ്റ് 1.5 crore അങ്ങനത്തെ. ഏതൊക്കെയാണ് മേജർ ആയിട്ട് വരുന്ന കമ്പനീസ്? ജെയിൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, പിന്നെ ക്വാണ്ടിന് തന്നെ ക്വാണ്ടായി, അങ്ങനത്തെ കുറെ കമ്പനീസ്. അപ്പം അതാണ് ക്വാണ്ടിൻ്റെ. പിന്നെ ടെക്കിലും ഇപ്പം സോഫ്റ്റ്വെയറിൻ്റെ ഏതാണെങ്കിലും ഇപ്പം സിയാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും ബാക്കിയുള്ള ബ്രാഞ്ചസിലെ കോഴ്സ് പഠിക്കാനുള്ള ഫ്രീഡം ഉണ്ട് അവിടെ. ഇപ്പം ഒരാളിപ്പം മെക്കാനിക്കൽ ആണെങ്കിലും നമുക്ക് അവിടുത്തെ CS കോഴ്സ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. അപ്പം നമുക്ക് പ്ലേസ്മെന്റ് വരുവാണെങ്കിൽ ടെക്കിലേക്ക് പോവാം. ഇപ്പം മെക്കാനിക്കൽ ഒരാളാണെങ്കിൽ പോലും ആ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ IITs. അതുപോലെ തന്നെ ടെക് ഉണ്ട്, പിന്നെ കോറിലുണ്ട്, പിന്നെ കൺസൾട്ടൻസി ഏതാണെങ്കിലും ഹൈ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു സർക്യൂട്ട് ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറെ ഒന്നും നോക്കാനില്ല, എന്തായാലും പ്ലേസ്ഡ് ആവും എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ തന്നെയാണല്ലോ ഉള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ കോഴിക്കോട് NIT-ലാണെങ്കിലും സിമിലർ സിറ്റുവേഷൻ ആണുള്ളത്. സോ എന്താണ് സിയാനിന് പറയാനുള്ളത് പ്ലേസ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട്? പ്ലേസ്മെന്റ് അവന് ഷാമിൽ പറഞ്ഞത് തന്നെയാണ്. പല ടൈപ്പ് കമ്പനീസ് ഉണ്ട്, ഈവൻ സ്റ്റാർട്ടപ്സ് വരാൻ നിങ്ങൾക്കിപ്പം ഭയങ്കര ഗ്രോയിങ് ആണ്, ഗ്രോത്ത് കിട്ടുന്ന ഇതാണ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ടപ്സ് കമ്പയർഡ് ടു ബിഗ് കോർപ്പറേറ്റ്സിന് മാതിരി. അപ്പം ചിലർ അതാ പ്രിഫർ ചെയ്യും. ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു സീനിയർ ഉണ്ട്, അവര് സ്റ്റാർട്ടപ്പ് ആണ് പ്രിഫർ ചെയ്തത്, ബിക്കോസ് ഗ്രോത്ത് കിട്ടും, പിന്നെ നല്ല കുറെ ലേണിംഗ് ഉണ്ടാവും. അപ്പം അങ്ങനെയും ചാൻസ് ഉണ്ട്. അതേമാതിരി ഇപ്പം പറഞ്ഞ ഒരു കോറിൽ വേണം ഇതെടുക്കാം. കൺസൾട്ടിങ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ലൈക്ക് McKinsey, BCG അങ്ങനത്തെ കമ്പനീസ് ഒക്കെ വരിക. അതാണ്. ഓക്കെ. സോ നമുക്ക് ഫൈനലി നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതോടുകൂടി ഒരു കാര്യം കൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ഒരുപാട് IIT ആസ്പിറൻസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, അവരുണ്ടാവും, ഇത് കാണുന്ന IIT ആസ്പിറൻസ് ഉണ്ടായിരിക്കും, IIT ആസ്പിറൻസിന്റെ പേരൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇവരോട് പറയാനുള്ളത്? സിയാൻ എന്താണ് ഇത് കാണുന്ന IIT ആസ്പിറന്റിനോട് സിയാൻ പറയാനുള്ള കാര്യം? IIT-ലേക്ക് നിങ്ങൾക്ക് അധ്വാനിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്, കുറച്ച് ഭയങ്കര ഹാർഡ് വർക്കിംഗ് കാര്യമാണ്. പക്ഷെ ആ ഹാർഡ് വർക്ക് ആക്ച്വലി വെർത്തിട്ടാണ്. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടില്ല അവിടെ എത്തിയിട്ട്. ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും, ഉണ്ടാവും, അങ്ങനെ ഒരു പ്രതീക്ഷ നശിപ്പിക്കൂല. ആക്ച്വലി വെർത്തിട്ടാണ്. അപ്പം നിങ്ങൾ IIT-നെ ആലോചിച്ചിട്ട് നിങ്ങൾ അതിനെ ചെറുതാക്കി വേറെ ചെറിയ കോളേജസ് നോക്കാത്ത ഏറ്റവും ബെസ്റ്റ് കോളേജസിൽ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനുള്ള വേർത്ത് തന്നെയാണ് ആ പ്രിപ്പറേഷനും അവിടെ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടും വേർത്താണ്. ഷാമിൽ അതന്നെ എനിക്ക് പറയാനില്ല. ഈ ഒരു 2 കൊല്ലം നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഹാർഡ് വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വേർത്തിട്ടാണ് അവിടെ എത്തിയാൽ. അതാണ് ഏറ്റവും നല്ലൊരു പോയിന്റ്. പിന്നെ അതന്നെ അവൻ പറഞ്ഞ അവിടെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ എക്സ്പോഷറും വേറെ ഒരു കോളേജിൽ നമുക്ക് കിട്ടില്ല. ആ ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ വന്ന ഡിസ്കഷനിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മളിവിടെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അക്കാഡമിക്സും ബാക്കിയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ലെ. നേരത്തെ പറഞ്ഞു സ്പോർട്സിലൊക്കെ ഇഷ്ടം പോലെ ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഠനം മാത്രമല്ല, നമ്മളുടെ പല ഹോബീസും നമ്മളെ പാഷനും അതിലേക്കൊക്കെ നമുക്ക് കിട്ടാവുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇത്തരം യൂണിവേഴ്സിറ്റീസ് നമുക്ക് തരുന്നുണ്ട്, ഇത്തരം കോളേജുകൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെയൊക്കെ പഠിച്ചാൽ കിട്ടുന്ന എക്സ്പോഷർ, നമുക്ക് കിട്ടാവുന്ന നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി IIT ഡൽഹി പോലെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ട് അവിടെ എത്തുന്നത് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് നമ്മൾക്ക് അവിടെ എത്തുന്നത് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും അത് കഴിഞ്ഞാൽ പോലും നേരത്തെ പറഞ്ഞ പോലുള്ള നെറ്റ്വർക്കിംഗ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഒരു ഫീൽഡ് നമുക്ക് വേണ്ടി അവിടെ തുറന്നു തരികയാണ് IIT ഡൽഹി പോലുള്ള യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. സോ താങ്ക് യു സിയാൻ ആൻഡ് ഷാമിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ചെടുക്കുന്ന ഒരുപാട് താങ്ക്സ്. സോ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും ഇപ്പോൾ IIT ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു IIT ഡൽഹി അല്ലെങ്കിൽ IIT മദ്രാസ് പോലെയുള്ള IIT ഡൽഹി പോലെയുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റീസിനെ തന്നെ നിങ്ങൾ ഡ്രീം ചെയ്യുക, ഡ്രീം ബിഗ്, നമുക്കത് അച്ചീവ് ചെയ്യാം. സോ താങ്ക് യു.